ഹായ് വെൽക്കം ബാക്ക് ടു ടാൻഗു ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്ന് വന്നേക്കുന്ന ഒരു അടിപൊളി കോംബോ ഓഫറും ആയിട്ടാണ്. ഇത് വന്നിട്ട് നാടൻ റോസിൻ്റെ ഒരു കോംബോ ഓഫറാണ്. ഇതിനകത്ത് ഒരെണ്ണം മാത്രം നാടൻ ബഡ്ഡിങ് വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് വന്നേക്കുന്നത് ഓർക്കിഡ് റോസാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നിറയെ ബ്രാഞ്ചസ് ഉള്ള 3-4 ബ്രാഞ്ചസൊക്കെ ഉള്ള ഓർക്കിഡ് റോസിൻ്റെ തൈകളാണ് നിങ്ങൾക്ക് തരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള പ്ലാന്റാണ്. കോമ്പോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാടൻ റോസ് കോമ്പോ ആണ്. ഒരുപാട് ആവശ്യപ്പെടുന്നവർ നാടൻ റോസാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളിപ്രാവശ്യം നാടൻ റോസിൻ്റെ ഒരു കോമ്പോ ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. രണ്ടാമതായിട്ട് ഈ ഒരു റെഡ് ബട്ടറാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൽ കാണുന്നത് പോലെ തന്നെ ആയിരിക്കും ഫ്ലവറിങ് വരുന്നത്. നിറയെ പൂക്കളും മൊട്ടുകളും ആയിട്ട് ഇങ്ങനെ തന്നെ നല്ലൊരു പകുതി വിരിഞ്ഞു പകുതി വിരിഞ്ഞില്ല ആ ഒരു ടൈപ്പാണ് കേട്ടോ ഇത്. നല്ല രസമാണ് കാണാനായിട്ട്. ഇത് നിറയെ എന്താ പറയുക ബ്രാഞ്ചസൊക്കെ വന്നിട്ട് നല്ലൊരു റൗണ്ട് ഷേപ്പിനുള്ള ഇലയും പൂക്കളും മൊട്ടുകളായിട്ട് ഇങ്ങനെ കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെയും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പൂക്കളോട് കൂടിയുള്ള പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ കോംബോ 6 പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ്. ഇതുവരെ നമ്മൾ 5 പ്ലാന്റ്സിൻ്റെ ആയിരുന്നു നാടൻ റോസിൻ്റെ കോംബോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇത്തവണ നമ്മളത് 6 പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് മൂന്നാമതായിട്ട് വന്നേക്കുന്നത് ഈ ഒരു അടിപൊളി സുന്ദരി റോസാണ്. നല്ല രസമാണ് കാണാനായിട്ട് ഈ ഒരു റോസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റർ പോർഷനിലെ കളറും സൈഡിലായിട്ട് വരുന്നത് ഡബിൾ കളറാണ് കേട്ടോ. ഡബിൾ ഷെയ്ഡഡ് ആണ് ഈ ഒരു റോസ്. നാടനാണ്, നമ്മുടെ കമ്പ് കുത്തി പിടിപ്പിക്കുന്ന ടൈപ്പാണ് കേട്ടോ. ഈ ഒരു റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരിയുമ്പോഴത്തേക്കും പല ടൈപ്പിലായിട്ടായിരിക്കും വിരിയുന്നത്. ഫസ്റ്റ് ചിലപ്പോൾ ഇങ്ങനെ വിരിയാം, ചിലപ്പോൾ ഫുള്ള് ഒരു കളറായിട്ട് വിരിയാം. കൂടുതലായിട്ടും ചിലപ്പോൾ ഒരു വൈറ്റ് ഷെയ്ഡ് കയറി വരാം, ചിലപ്പോൾ പിങ്ക് ഷെയ്ഡ് കയറി വരാം, ചിലപ്പോൾ മിക്സഡ് ആയിട്ട് വരാം. അപ്പോൾ നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇത് ഏതായിരിക്കും ഫ്ലവറിങ് ആവുക എന്നുള്ളത്. ഇതിൻ്റെയും പൂക്കളും മൊട്ടുകളോടും കൂടിയ തൈകളായിരുന്നു നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അടിപൊളിയാണ്, നല്ലൊരു ഫ്രാഗ്രൻസ് ഒക്കെ ഉള്ള ഈ റോസൊക്കെ കയ്യിലുള്ളവർക്ക് അറിയാമായിരിക്കും ഇതെങ്ങനെയാണ് ഇതിൻ്റെ ബ്ലൂമിങ് എന്നൊക്കെ ഉള്ളത്. നിറയെ പൂക്കും ഇഷ്ടംപോലെ പൂമൊട്ടുകളും അതുപോലെ തന്നെ പൂക്കളും തരുന്നൊരു സുന്ദരി റോസാണ്. നമ്മുടെ ഈ ഒരു കോമ്പോയിൽ തരുന്ന റോസുകളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ചട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ നടാം. ഈ റോസൊക്കെ നമുക്ക് നിലത്തും നട്ടുപിടിപ്പിക്കാൻ പറ്റും. കാരണം അത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേര് ചോദിക്കുന്നുണ്ട്, നമുക്കിത് തറയിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ചെടിച്ചട്ടി തന്നെ വെക്കണോ എന്നൊക്കെ ചോദിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമുക്കിത് തറയിലും വെക്കാം, ചെടിച്ചട്ടിയിലും വെക്കാവുന്നതാണ്. ഗ്രോ ബാഗിൽ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ പറഞ്ഞില്ലേ, ചിലപ്പോൾ ഇത് ഫുള്ളായിട്ടും ഈ ഒരു കളറിൽ വിരിയാന്നുള്ളത്. ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവറിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നാലാമതായിട്ട് നമ്മുടേത് പേർഷ്യൻ വൈറ്റ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ഇതുപോലെ ആയിരിക്കും ഫ്ലവറിങ് ഉണ്ടാവും. നിറയെ പൂക്കളുണ്ടാവും, നിറയെ മുട്ടുകളുണ്ടാവും, ബഞ്ചസ് ആയിട്ട് പൂക്കും. ചെറിയ ചെറിയ മിനിയേച്ചർ ലീഫൊക്കെയാണ് വരുന്നത്. അടിപൊളി വെറൈറ്റിയാണ്, എന്തും പൂക്കൾ തരുന്ന വെറൈറ്റിയാണ്. നിങ്ങളുടെയൊക്കെ റോസ് ഗാർഡനിൽ പൂക്കൾ ഒഴിയാതെ നിൽക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോംബോ വളരെ ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്നും പൂക്കൾ തരും. നമ്മുടെ കാലാവസ്ഥയിൽ നല്ല അടിപൊളിയായിട്ട് വളരുന്നൊരു ടൈപ്പ് റോസിൻ്റെ ഒരു കോംബോ ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കേട്ടോ. അഞ്ചാമതേക്ക് വന്നേക്കുന്നത് ഈ ഒരു കാശ്മീരി ടൈപ്പാണ് കേട്ടോ. കാശ്മീരി ടൈപ്പാണ്. നിറയെ പൂക്കളും മുട്ടുകളും ഉണ്ടാവും. നമ്മുടെ കഴിഞ്ഞ വട്ടം കോംബോ ഇട്ടപ്പോൾ തന്നെ ഈ ഒരു പ്ലാന്റ് സിംഗിളായിട്ട് ഒരുപാട് പേര് ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റൊക്കെ ആയപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഒരു ഐറ്റം സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്രാവശ്യം ഇതിൻ്റെ ഏകദേശം 150ഓളം തൈകൾ നമ്മൾ സെയിലിനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം കഴിഞ്ഞ വട്ടം കുറേ പേർക്ക് കൊടുക്കാൻ പറ്റാതായപ്പോൾ ഭയങ്കര വിഷമം തോന്നി. നമ്മൾ കോംബോയിലൊക്കെ ഇട്ടപ്പോൾ കോംബോ ആയിട്ടും പോയി, അല്ലാണ്ട് തന്നെ കോംബോയുടെ കൂടെ എക്സ്ട്രാ പ്ലാന്റ് ഒരെണ്ണം തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ നിന്ന് ആ ഒരു പ്ലാന്റ് സോൾഡ് ഔട്ട് ആയിപ്പോയി. ഒരുപാട് വിഷമം തോന്നി. കുറേ പേര് വന്നപ്പോൾ കൊടുക്കാനില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പിന്നെയും നമ്മുടെ ഓർഡർ ചെയ്തവർ തന്നെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാനൊക്കെ പറഞ്ഞൊരു റോസായിരുന്നു ഇത്. പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയിപ്പോയപ്പോൾ ഒരു സങ്കടം. അതുകൊണ്ട് ഇപ്രാവശ്യം ആ സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് നിറയെ എടുത്തിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ്. നല്ല ഹെൽത്തിയാണ്. നമ്മുടെ കാശ്മീരി റോസ് പോലെ തന്നെ നിന്ന് പൂക്കും. പക്ഷേ കാശ്മീരി റോസിനേക്കാളും കുറച്ചുകൂടെ ഫ്ലവർ കുറച്ചുകൂടെ ഭംഗിയായിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത്. ഇങ്ങനെ എപ്പോഴും വാടിക്കൊഴഞ്ഞങ്ങനെ നിൽക്കില്ല. ആ ഒരു റെഡിഷ് കളറാണ് കേട്ടോ ഇതിൻ്റെ ലീഫും കാര്യങ്ങളൊക്കെ വന്നിട്ട്. അടുത്തതായിട്ട് നമ്മുടെ മിനിയേച്ചർ യെല്ലോ റോസാണ്. നിറയെ പൂക്കളുണ്ടാവും. ഇതിൻ്റെയും പൂക്കൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇങ്ങനെ ബഞ്ചായിട്ട് പൂത്ത് നിൽക്കുമ്പോൾ ഉള്ള ഭംഗിയാണ് കേട്ടോ ഈ ഒരു റോസിൻ്റെ. കാരണം വിരിയുന്ന സമയത്തൊന്ന്, പിന്നെ 2 ദിവസം കഴിയുമ്പോൾ വേറൊരു കളറ്. നമുക്കതൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു റോസും. ഇപ്പം ഇങ്ങനെ ഒരു പൂ തന്നെ ഒരു പോട്ടിൽ തന്നെ ഇങ്ങനെ പലതായിട്ട് പൂത്ത് നിൽക്കുമ്പോൾ ഉള്ള ഭംഗിയുണ്ടല്ലോ, അതൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. മിനിയേച്ചറൊക്കെ ആകുമ്പോൾ ഒരു ചട്ടി നിറച്ച് പടർന്ന് പന്തലിച്ച് പൂത്ത് നിൽക്കും. അന്നേരം ഓരോന്നും ഓരോ കളറ്, വൈറ്റ് ഉണ്ടാവാം, യെല്ലോ ആവാം, വൈറ്റും യെല്ലോ മിക്സ് ആവാം. ഇതിൻ്റെ ബഡിനൊരു കളറ്, എന്ത് രസമായിട്ടാണെന്നറിയാമോ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത്.
പൂക്കളും മുട്ടുകളോട് നിൽക്കുമ്പോൾ കാണാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ 6 പ്ലാന്റ്സിൽ ഒരെണ്ണം മാത്രമാണ് എന്താ ഒരേ ഒരു പ്ലാന്റ് മാത്രമാണ് കളർ നാടൻ ബഡ്ഡിങ് ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത്. നല്ല പ്ലാന്റ്സ് ആണ്. അപ്പോൾ നമ്മുടെ കോംബോ വരുന്നത് 600 രൂപ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജാണ്. DTDCയുടെ ചാർജ് ഉൾപ്പെടെയാണ് 600 രൂപ വരുന്നത്. സ്പീഡ് പോസ്റ്റിൽ ചാർജ് ചിലപ്പോൾ ചേഞ്ച് ആവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ താങ്ക് യു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.